3 കുഞ്ഞിത്താറാവുകളും കുറുക്കച്ചനും. ദൂരെ ദൂരെ കാടിൻ്റെ അകത്തുള്ള കുളത്തിൽ ഒരു അമ്മത്താറാവും 3 കുഞ്ഞിത്താറാക്കളും താമസിച്ചിരുന്നു. അവരുടെ പേരെന്താണെന്നറിയണ്ടേ? കുട്ടു, ചിട്ടു, മിട്ടു. എല്ലാ ദിവസവും അമ്മത്താറാവ് തീറ്റ തേടി ഇറങ്ങും. പോകാൻ നേരം അമ്മത്താറാവ് പറയും, മക്കളെ സൂക്ഷിക്കണേ, ഈ കുളത്തിൽ നിന്നും എങ്ങും പോയേക്കരുത്. പരസ്പരം വഴക്ക് കൂടാതെ സ്നേഹത്തോടെ കഴിയണം. ശരി അമ്മേ, ഞങ്ങൾ വഴക്കുണ്ടാക്കുകയേയില്ല. അവർ 3 പേരും തലകുലുക്കി സമ്മതിച്ചു. അമ്മത്താറാവ് പോയതിനു ശേഷം അവർ ഒരുമിച്ച് കളിക്കാൻ തുടങ്ങി. എന്നാൽ കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അവർക്കിടയിൽ ഒരു തർക്കം വന്നു. ആരാണ് ഏറ്റവും കൂടുതൽ വേഗത്തിൽ നീന്തുന്നത്? എനിക്കാണ് കൂടുതൽ വേഗത. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മിട്ടുവും ചിട്ടുവും കുട്ടുവും പരസ്പരം വഴക്കിടാൻ തുടങ്ങി. പിറ്റേന്നും പതിവ് പോലെ അമ്മത്താറാവ് അവരെ ഉപദേശിച്ചു. മക്കളെ, നിങ്ങൾ വഴക്ക് കൂടരുത്. ഐക്യമത്യമാണ് മഹാബലം. എന്തുണ്ടായാലും ഒരുമിച്ച് നിന്നാൽ ജയിക്കാൻ കഴിയും. മിട്ടുവും ചിട്ടുവും കുട്ടുവും പതിവ് പോലെ അമ്മ പറഞ്ഞത് തലകുലുക്കി സമ്മതിച്ചു. അവർ പതിവ് പോലെ കളിക്കാൻ തുടങ്ങി. അപ്പോഴാണ് കുട്ടു നമ്മൾ 3 ഏറ്റവും കൂടുതൽ മീൻ പിടിക്കുന്നത് ഞാനാണ്. ഒരേ പൂരം. 3 പേരും വീണ്ടും അതിൻ്റെ പേരിൽ വഴക്കിടാൻ തുടങ്ങി. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് സൂത്രശാലിയായ കുറുക്കച്ചൻ അവിടെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. അവൻ മനസ്സിൽ വിചാരിച്ചു, ഇവരെപ്പോഴും തമ്മിൽ വഴക്കാണല്ലോ, എന്തെങ്കിലും സൂത്രം പ്രയോഗിച്ച് ഇവരെ കരയ്ക്കെത്തിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവരെ എളുപ്പത്തിൽ പിടിക്കാൻ കഴിയും. ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് കുഞ്ഞുങ്ങളെ പിടിക്കുവാൻ തക്കം പാർത്തിരുന്നു നമ്മുടെ കൊതിയനായ കുറുക്കച്ചൻ. പിറ്റേന്നും അമ്മത്താറാവ് പറഞ്ഞു, മിടുക്കരായി വഴക്കുണ്ടാക്കാതെ ഇരിക്കണം. ഐക്യമത്യമാണ് മഹാബലം. മറക്കണ്ട, ഞങ്ങൾ വഴക്കുണ്ടാക്കുകയില്ല. 3 പേരും തലകുലുക്കി സമ്മതിച്ചു. അമ്മത്താറാവ് പോയതറിഞ്ഞ് കുറുക്കച്ചൻ പതുങ്ങി അവിടെ എത്തി. അവൻ കരയിൽ നിന്നുകൊണ്ട് ചോദിച്ചു, ഈ കുട്ടിത്താറാവുകളെ, നിങ്ങളിൽ ആരാണ് ഏറ്റവും ശക്തിമാൻ? അത് കേട്ടതും പതിവ് പോലെ അവർ തർക്കിക്കാൻ തുടങ്ങി. കേട്ടതും ഉള്ളിൽ ചിരിച്ചുകൊണ്ട് കുറുക്കൻ പറഞ്ഞു, തർക്കമൊന്നും വേണ്ട, കരയിലേക്ക് വരൂ, ഞാൻ പറയാം നിങ്ങളിൽ ആരാണ് ബലവാനെന്ന്. ഇത് കേട്ടതും അമ്മ പറഞ്ഞതെല്ലാം മറന്ന് അവർ 3 പേരും കരയിലേക്ക് നടന്നു. കുറുക്കച്ചൻ്റെ വായിലൂടെ വെള്ളം വരാൻ തുടങ്ങി. വെള്ളത്തിൽ നിന്നും കരയിലേക്ക് ചാടിയതും ഒറ്റനായ കുറുക്കച്ചൻ അവരുടെ മേൽ ചാടി വീണു. തൻ്റെ കൂർത്ത പല്ലുകളും നഖങ്ങളും ഉപയോഗിച്ച് അവരെ പിടിക്കാൻ ശ്രമിച്ചു. കണ്ടതും കുഞ്ഞുങ്ങൾ പേടിച്ചു വിറച്ചു. പെട്ടെന്ന് അവർക്ക് അമ്മ പറഞ്ഞത് ഓർമ്മ വന്നു. എന്നാൽ എന്തിനേയും നേരിടാം. 3 ആളും കൂടി ഒന്നിച്ച് കുറുക്കച്ചനെ ആക്രമിച്ചു. 3 ആളും പറന്നു ചെന്ന് അവിടെ കൂർത്ത കൊക്കുകൊണ്ട് കുറുക്കച്ചനെ ആഞ്ഞുകൊത്തി. അതുകൊണ്ട് വേദനിച്ച കുറുക്കച്ചൻ അയ്യോ രക്ഷിക്കണേ എന്ന് നിലവിളിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു. കുഞ്ഞുങ്ങൾ വേഗം കുളത്തിലേക്ക് ഇറങ്ങി. ഉള്ളത് ബഹളം കേട്ട് അമ്മത്താറാവ് ഓടി വരുന്നു. കുഞ്ഞുങ്ങൾ സുരക്ഷിതരാണെന്ന് കണ്ട് അമ്മത്താറാവിന് ആശ്വാസമായി. കുട്ടുവും ചിട്ടുവും മിട്ടുവും അമ്മത്താറാവിനോട് സോറി പറഞ്ഞു. അമ്മത്താറാവ് അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരുമിച്ച് നിന്നാൽ ഒന്നും പേടിക്കാനില്ല. താപത്തിനെയും നേരിടാം. 1 മുതൽ 3 പേരും വഴക്കുണ്ടാക്കാതെ അമ്മയോടൊപ്പം സുഖമായി ജീവിച്ചു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? ഐക്യമത്യം മഹാബലം എന്നാണ് ഇതിൻ്റെ ഗുണപാഠം.